Once again, good evening, everybody. Today we are focusing on know yourself. നിങ്ങൾക്ക് നിങ്ങളെ എത്ര മനോഹരമായിട്ട് അറിയാം, നിങ്ങൾക്ക് നിങ്ങളെ എത്ര കാലമായിട്ട് അറിയാം, നിങ്ങൾക്ക് നിങ്ങളെ ഇനി എന്തെല്ലാം കാര്യങ്ങൾ അറിയാനിരിക്കുന്നു അല്ലെ? ഇതെല്ലാം നമ്മളൊന്ന് സെർച്ച് ചെയ്യുന്ന, നമ്മളെ കണക്ട് ചെയ്യുന്ന, നമ്മളെ അടിപൊളിയാക്കുന്ന, നമ്മളെ വണ്ടർഫുൾ ആക്കുന്ന, നമ്മളെ സൂപ്പർ ആക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മളെ അറിയുമ്പോൾ മാത്രമാണ്. അപ്പൊ നമ്മളെ അറിയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് നമ്മളെ അറിയാൻ സാധിക്കുക, എങ്ങനെയാണ് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക എന്നെല്ലാം നമ്മളെ സഹായിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ് നോ യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങൾ അറിയുമോ എന്ന്, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ അറിയുക എന്നുള്ളത്. അതിന്റെ താഴെ ഞാൻ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ബൗണ്ടറീസ് ആർ എക്സ്പാൻഡബിൾ, ഡു ഐ ഡെയർ എന്ന് പറഞ്ഞ ചോദ്യം ഇട്ടിട്ടുണ്ട്. മൈ ബൗണ്ടറീസ് ആർ എക്സ്പാൻഡബിൾ, ഡു ഐ ഡെയർ. ഇതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ നെക്സ്റ്റ് വീക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ആലോചിക്കാം എന്താണ് ബൗണ്ടറി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ബൗണ്ടറിയിലേക്ക് നമ്മൾ ജമ്പ് ചെയ്യുന്നതിന് മുമ്പ് നോ യുവർ സെൽഫ്. സോ ലെറ്റ് മീ പ്രസന്റ് ഞാൻ നിങ്ങൾക്കൊരു കവിത ഇനി കാണിച്ചു തരാൻ പോവാണ്. അപ്പൊ ഈ കവിതയിൽ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കവിത കണക്ട് ചെയ്യുമ്പം ആ കവിതയുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വരി ഏതാണ് എന്നുള്ളത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, സോ ഹിയർ ഈസ് യുവർ പോയം. ഞാൻ വായിക്കണോ? പോയം വായിക്കലില്ല, ചൊല്ലലാണ് അല്ലെ? ഞാൻ ചൊല്ലാം, അല്ലെങ്കിൽ ഞാൻ വായിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും എല്ലാവരും വായിക്കാനുള്ള സമയം ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ നോക്കുക. എല്ലാവരും ഇപ്പൊ സ്ക്രീനിലാണ് ഉള്ളതെന്ന് എനിക്കറിയാം. I wanted to change the world. When I was a young man, I wanted to change the world. I found it was difficult to change the world, so I tried to change my nation. When I found I couldn't or could not change the nation, I began to focus on my town. I couldn't change the town, and as an older man, I tried to change my family. Now, as an old man, I realize the only thing I can change is myself. And suddenly I realized that if long ago I had changed myself, I could have made an impact on my family. Again, elaborating like next line, myself, now as an old man, I realize only thing I can change is myself. And suddenly I realized that if long ago I had changed myself, I could have made an impact on my family, and I could have made an impact on my town, and their impact could have changed a nation. എന്ന് പറയുന്ന അതിമനോഹരമായ വരികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് അദ്ദേഹം പറയുന്നു ഐ കുഡ് നീഡ് ഇഫ് ഐ ചേഞ്ച് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കവിതയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ ചോദ്യം ഇതാ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇതില് ഏറ്റവും ഇഷ്ടമായി നിങ്ങൾക്ക് തോന്നിയ നിങ്ങളുടെ വരി ഏതാണ്? I realize the only thing I can change is myself. തിരക്കില്ല, നിങ്ങളൊന്ന് എഴുതി വെക്ക്, നിങ്ങൾ നോട്ട്ബുക്കിലൊന്ന് എഴുതി വെക്ക്. എഴുതി വെച്ചോ. ആനകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വരി ഏതാണ്? Only thing I can change is myself. Okay. മുബീനക്ക് ഏറ്റവും ഇഷ്ടമുള്ള വരി ഏതാണ്? നാജിയക്ക് ഏറ്റവും ഇഷ്ടമുള്ള വരി ഏതാണ്? Yeah, I realize the only thing I can change is myself. Okay, good. അശ്വിനിക്കോ? I realize the only thing is I can change it is myself. ഫത്തിയക്കോ? I wanted to change the world. She want to change the world. ഉമ്മു ഹബീബക്കോ? I realize only the thing I can change is myself. Okay. ഹഷ അല്ലേ? ഹഷയാണോ ആശയാണോ? ഹഷ. Hasha. ആശ.
I could indeed have changed the world. ഓക്കെ, ഷംനക്കോ? പറഞ്ഞോ ഷംന, പറഞ്ഞോ. Mic off. Sorry. I realized the only thing I can change is myself. ഓക്കെ ഫൈൻ. ഇനി ആർക്കെങ്കിലും സാറേ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടാവല്ലോ സാർ, എനിക്ക് പറയാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്ന് തോന്നുന്ന ആരെങ്കിലും? എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പറയാൻ. I want to change the world. I want to change the world. ഓക്കെ, അടിപൊളി. ഇപ്പൊ I want to change the world എന്ന് പറഞ്ഞ രണ്ടുപേരാണ്. ബാക്കി എല്ലാരും ഇഫ് ഐ കുഡ് ചേഞ്ച് മൈസെൽഫ് എന്നാ പറഞ്ഞത്. ലെമീസൊക്കെ പറയാൻ നല്ല ആഗ്രഹമുണ്ട്. ലെമീസ് പറഞ്ഞു. ലെമീസും കൂടി പറയണം നമുക്ക്. I want to change the world. I want to change the world. ഓക്കെ, ഇത് ഓക്കെ, നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം നിങ്ങളുടെ ശരികളാണ്, നിങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാനും എനിക്കും ഇഷ്ടമുള്ളൊരു വരിയുണ്ട്. ഇതിന്റെ അതിമനോഹരമായ വരികളാണ് ഇതിൽ മുൻപിൽ. അത് ഏതായിരുന്നു എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കണം. 8 മണിയാകുമ്പോൾ 7:50 എന്നോട് ചോദിക്കണം. വാട്ട് വാസ് ദ ലൈൻ വിച്ച് യു ലൈക്ക് ദ മോസ്റ്റ്? ഓക്കെ, റെഡി? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും. ഇനി ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളെ അറിയുമോ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്, അല്ലെ? Knowing yourself is the beginning of all wisdom. നിങ്ങൾക്ക് നിങ്ങൾ അറിയുമെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മളെ ടോട്ടൽ ബിലീഫ് സിസ്റ്റം, നമ്മളെ പ്രിഫറൻസസ്, നമ്മളെ ഒപ്പീനിയൻ, നമ്മളെ ആറ്റിറ്റ്യൂഡ്, നമ്മളെ മാനറിസംസ്, നമ്മുടെ പേഴ്സണൽ എക്സിസ്റ്റൻസ്, ഇത് ഓവർ ടോട്ടാലിറ്റി ഓഫ് എ പേഴ്സൺ, ഹൗ വി ആക്ട്, ഹൗ വി ബിഹേവിയർ എന്നുള്ളത് ടോട്ടലി കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? നമ്മൾ ആരാണെന്ന് ലഭിക്കുന്നത്. Am I right? Yes. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മുമ്പ് പപ്പുവിന്റെ ഒരു കോമഡി ഉണ്ടായിരുന്നു, അല്ലെ? ഏറ്റവും വലിയ ഹിറ്റ് ആയ ഒരു ഡയലോഗ് ആയിരുന്നു അത്. എന്താണത്? താനാരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കും, ഞാൻ പറയാം താൻ. യെസ്, താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കും താനാരാ. അപ്പൊ ഞാൻ പറയും താനാരി ഞാനാരി. സി, അതിങ്ങനെ കണ്ടപ്പോ നമ്മളിങ്ങനെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി നിന്നൊരു സംഭവമാണ്. എന്താണ് ഈ പറയുന്നത്, അല്ലെ? എല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോ ഈ കൺഫ്യൂഷനിൽ നിന്നിട്ട് ഇപ്പൊ അത് ജസ്റ്റ് ഒരു ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇഫ് യു ഡോണ്ട് നോ യുവർ സെൽഫ്, ആസ്ക് മീ ദ ക്വസ്റ്റ്യൻ ഹൂം ഐ ആൻഡ് ഐ വിൽ ടെൽ യു ഹു ആർ യു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ അടിയിൽ കുതിരവട്ട പപ്പുവിന് പകരം ജാക്സൺ ഏലിയസ് എന്നൊക്കെ പറഞ്ഞ ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി കൂടി മനോഹരമായിട്ട് അതിനെ ചിത്രീകരിക്കാനൊക്കെ പറ്റുമായിരിക്കും. അപ്പൊ എനിവേ, അദ്ദേഹം പറഞ്ഞത് ഭയങ്കര രസമാണ്. നമുക്ക് നമ്മളെ കുറിച്ച് അറിയണമെങ്കിൽ ഏറ്റവും നല്ലത് ആരോട് ചോദിക്കലാണ്? അപ്പുറത്തുള്ള. ഇപ്പൊ ഷംനക്ക് ചോദിക്കുകയാണെങ്കിൽ ഫവാസിനോട് ചോദിക്കണം, ഷംന പറയുന്നത്. നമ്മളോട് സ്വയം വിലയിരുത്തുക. ആരാണ് ഈ സ്വയം വിലയിരുത്തലാണ്? ഉമ്മൈമത്തോ? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ചെയ്യുന്നതൊക്കെ നമുക്ക് 90% ശരികളല്ലേ? അങ്ങനെ ഇരിക്കും, അല്ലെ? നമ്മൾ ചെയ്യുന്നത് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല. അതെ, തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പൊ നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവും. പക്ഷെ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ ശരികൾ മാത്രമാണ്. നമ്മൾ കണ്ണാടി നോക്കിയിട്ട് എപ്പോഴെങ്കിലും നമ്മളെ ഗ്ലാമറിന് ഒരു കുറവ് വന്നു? ഒരു സ്റ്റേജിൽ ഉണ്ടായിരുന്നു, അഡോളസെന്റ് ആയ സമയത്ത് ഒരു കമ്പാരിസൺ ഒക്കെ ഫീൽ ചെയ്ത സമയത്തുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഗ്ലാമർ. ഞാനൊക്കെ കഴിഞ്ഞ ഒരു 5 കൊല്ലം മുമ്പൊക്കെ ഭയങ്കര ഗ്ലാമർ. ഇന്ന് നോക്കുമ്പോൾ ഞാൻ ഇന്ന് വിചാരിക്കും ഇന്ന് ഞാൻ ഭയങ്കര ഗ്ലാമർ. പക്ഷെ ഒരു റിയാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ 5 വർഷം മുമ്പത്തെ ഫോട്ടോ എങ്ങാനും ഞാൻ എടുത്ത് നോക്കിയാൽ തീർന്ന്. നിങ്ങൾ നിങ്ങളുടെ 5 വർഷം മുമ്പത്തെ ഫോട്ടോ എടുക്കും. എന്നിട്ട് അന്ന് നിങ്ങൾ വിചാരിച്ചത് നിങ്ങളാണ് ഏറ്റവും ബെസ്റ്റ്, അടിപൊളി ഫോട്ടോ. ഓക്കെ, നിങ്ങൾ വിചാരിച്ചത് നിങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നിങ്ങൾ വിചാരിച്ചത്. പക്ഷെ അതേ ബെസ്റ്റ് വിചാരിച്ച ഫോട്ടോ റഹ്മാൻ എടുത്ത് മറിച്ചു. റഹ്മാൻ അങ്ങനെ മറിച്ചു നോക്കണേ, സാറ് പറഞ്ഞ ശരിയാണ്, കഴിഞ്ഞ ഒരു 5 കൊല്ലം മുമ്പത്തെ ഫോട്ടോ. പക്ഷെ ആ ഫോട്ടോ എടുത്ത് നോക്കുന്ന സമയത്ത് നല്ല ബോറല്ലേ? നോക്ക്, ആണോ? ഒരു ഹാഫ് സൈസ് ഫോട്ടോ ഒക്കെ നോക്ക്, ഒരു അവസ്ഥയായിരിക്കും. ഈ ഫുൾ സൈസ് ഫോട്ടോ ആണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. ആ 5 വർഷം മുമ്പ് യു ഫെൽറ്റ് ദാറ്റ് യു ആർ ദ ബെസ്റ്റ് ഐഫോൺ
പിന്നെ അന്നത്തെ ഐഫോൺ ഏതാണ്? 11 ആണ്, 11 അല്ലെങ്കിൽ 10 ആണ്. 10-ല് വിവിഡ് മോഡൽ എടുത്ത് പോർട്രേറ്റ് ആക്കി അടിപൊളിയായിട്ട് അതിനെ എല്ലാവിധ ഫിൽറ്ററും എടുത്തിട്ട് ഏറ്റവും മനോഹരമായി എടുത്ത് അന്ന് ഞാൻ ഡീപ്പ് ഇട്ടിരുന്ന, അന്ന് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിരുന്ന എന്റെ ഫോട്ടോ ഇപ്പൊ നോക്കുമ്പോ എനിക്ക് ശോകം. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞ പോലെ അന്ന് നിങ്ങള് എന്തോ ഒരു കണ്ണിനെന്തോ സംഭവിച്ച സമയത്ത് നോക്കി പറഞ്ഞു എന്ന് പറയുന്ന പോലെ. സി, ഒരു സിറ്റുവേഷൻ ആം ഐ റൈറ്റ്? ഇതിങ്ങനെ ആലോചിക്കുക, സാർക്ക് എന്തിന്റെ ക്ലാസ് എടുക്കണം? ഫോട്ടോഗ്രാഫി ആണോ? നോ യുവർ സെൽഫ് ആണോ? യെസ്. ഓക്കെ. അപ്പൊ ഞാൻ വേറെ കാര്യം കൂടി പറയട്ടെ. എന്റെ ഒരു പിന്നെ ഗ്രാൻഡ് മദറിന്റെ ബ്രദർ, അപ്പോ അവർക്ക് കാലിന് മുട്ടിന് വയ്യാതെ കിടക്കണം. വേദന ഉണ്ടാവും, കിടക്കൊന്നുമില്ല, വേദന ഉണ്ടാവും. റെസ്റ്റ് എടുക്കുമ്പോൾ ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് മുട്ട് മാറ്റി ഇതൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ പോകും. എനിക്ക് അങ്ങനെ ഒരു നേച്ചർ ഉണ്ട്. ഈ ഇച്ചിരി പ്രായം കൂടിയ ആളുകളെ, പ്രത്യേകിച്ച് 60 എബോവ് ഉള്ള ആളുകളൊക്കെ ഒന്ന് പോയി കാണും. വീക്കിലി ഒരു 2 വയസ്സ് അങ്ങനെ ഒരു അസുഖമാണെന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് പോയി കാണും. രാവിലെ വൈകുന്നേരം എപ്പോഴെങ്കിലും. അവര് ഭയങ്കര ബോറടിയിലിരിക്കും നമ്മൾ ചെറിയ. അപ്പൊ എന്നോട് അവര് പറഞ്ഞു, എടാ ഈ വീട് മുഴുവനും ഇപ്പം ടൈലിട്ടു, എന്റെ മുറി ടൈലിട്ടിട്ടില്ല. ഞാൻ എന്റെ മുറി ടൈലിടാൻ സമ്മതിച്ചില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങള്, എന്റെ മദറിന്, എന്റെ ഉമ്മാക്ക് ഞങ്ങൾ 10 മക്കളായിരുന്നു. ഈ 10 മക്കൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന വീട് എന്ന് പറഞ്ഞാൽ ചെറിയ വീട്, ഒരു ചെറിയ റൂമിൽ ഞങ്ങൾ ഈ 5-8 കുട്ടികൾ എല്ലാവരും കൂടി സ്പെൻഡ് ചെയ്തപ്പോ എനിക്ക് ഈ റൂമൊക്കെ വലുതായിരുന്നു. എനിക്ക് ടൈലിനോട് എനിക്ക് തോന്നിയില്ല, ടൈല് വേണമെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാക്കാന്ന് മകൻ ഒരു 1000 വട്ടം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു 2 അടിയിലെ ഹാളിലേക്ക് നടക്കണം, അതൊക്കെ അഹങ്കാരാണെന്ന് പറഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇന്ന് എന്നെ കാണാൻ വിസിറ്റേഴ്സ് വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നു, മാറ്റാമായിരുന്നു, ചെയ്യാമായിരുന്നു, ഒരു അറ്റാച്ച്ഡ് ഉണ്ടാക്കാമായിരുന്നു. സി, അപ്പൊ ആദ്യം നിങ്ങൾ ഓർമ്മിക്കുക, ഇന്നത്തെ നിങ്ങളെ തോട്ട് ഇന്നത്തെ തോട്ട് മാത്രമാണ്. നാളെ ചേഞ്ച് ആവാം. മാറ്റങ്ങൾ സംഭവിക്കും. സംഭവിക്കാം. നിർബന്ധം. ഫാമിലി കൗൺസിലിംഗ് വരുന്ന ആളോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലെ? അല്ലെങ്കിൽ അഫയറും മൂത്ത് ഭയങ്കരം ഈ 2020 മുതൽ ഇങ്ങോട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ശാപം കിട്ടിയത് അഫയർ പൊട്ടിക്കലാണ്. ഭയങ്കര പ്രശ്നമാണ്. അതിനായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ശാപം കിട്ടിയിട്ടുണ്ടാവും. ഇത് കൊണ്ടുവരിക, ഇവിടെ വരിക, സാറേ എങ്ങനെങ്കിലും ഒന്ന് തീരുമാനാക്കി തരണം, അച്ഛനമ്മ, കുട്ടി, നിങ്ങള്. അത് കഴിഞ്ഞ് അവളങ്ങ് ഇറങ്ങിയാൽ 10 മിനിറ്റ് കഴിഞ്ഞ് അവന്റെ ഫോൺ വരും. ഭയങ്കര അവൻ നമ്മളെ ബ്ലാക്ക് മെയിൽ, എനിക്കൊരു കൗൺസിലിംഗ് വേണം. ആരാണ്? ഞാൻ നേരത്തെ വന്നില്ല, പെൺകുട്ടി അവളുടെ ചെക്കനാണ്. അത് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ അതോ കാര്യത്തിൽ കൗൺസിലിംഗിനാണോ എന്ന് എനിക്കറിയില്ല. ഡു യു ഗെറ്റ് മീ? സി, അപ്പൊ ഒരു കാര്യം ഉറപ്പായി, യു നോ യുവർ സെൽഫ് എന്ന് പറയുന്ന ഏരിയയില് എന്റെ സ്ക്രീനിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന SWOT അനാലിസിസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഇഫ് യു വാണ്ട് ടു നോ യുവർ സെൽഫ്, ഫസ്റ്റ് യു ഹാവ് ടു ഇവാലുവേറ്റ് വിത്ത് SWOT. SWOT എന്നാണ് മുമ്പ് പറഞ്ഞിരുന്നത്, ഇപ്പൊ SWOC C എന്നാണ് ലാസ്റ്റ് എഴുതാറുള്ളത്. അപ്പൊ എല്ലാവരും പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കുക SWOT. ആ SWOT എന്ന് എഴുതുമ്പോൾ മൈ സ്ട്രെങ്ത്, മൈ വീക്ക്നെസ്, മൈ ഓപ്പർച്യൂണിറ്റീസ്, മൈ ചാലഞ്ച് എന്നൊന്ന് എഴുതി വെച്ച് എഴുതിയോ? ഈ 4 പേര് എഴുതിയോ?
ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇപ്പൊ ഇത്തരം 4 പേരെ എഴുതിയല്ലോ. അപ്പൊ സ്ട്രെങ്ത് ഉണ്ട്, വീക്ക്നെസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ത്രെറ്റ് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഈ സ്ട്രെങ്ത്, വാട്ട് ഐ മീൻ ബൈ സ്ട്രെങ്ത്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താ കുട്ടികളെ? ഓക്കെ, സ്ട്രെങ്ത് മീൻസ് മേ ബി ദ ബ്ലെസ്സിങ്സ്. നമുക്ക് ദൈവം തന്ന ബ്ലെസ്സിങ്സ് ഒക്കെ നമ്മുടെ എന്താണ്? കംപ്ലീറ്റ് ബ്ലെസ്സിങ്സും നമ്മുടെ സ്ട്രെങ്ത് ആണ്. ഓക്കെ, നമ്മുടെ വീക്ക്നെസ് എന്താ? നമ്മളെ കുറവുകള്, നമുക്കുണ്ടാവുന്ന എന്ത് കുറവ്? നിങ്ങൾക്ക് എന്ത് കുറവാണ്? നമുക്കൊരു വീക്ക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനുള്ള you have to find yourself. Just write down, Baba. ഒരു പേനും പേപ്പർ എടുത്ത് ഹെഡിങ് 4 അക്ഷരം എഴുതാനല്ല പറഞ്ഞത്. നിങ്ങൾ യു ആർ ഗോയിങ് ടു ബി വൺ ഓഫ് ദ ബെസ്റ്റ് കൗൺസിലർ, വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെയിനർ. Okay, so I am giving you the training in connection with your personality or intrinsic capacity based development. One type of enrichment in the field of your communication, in the field of knowing yourself, in the field of your encouragement, in the field of your intrapersonal, in the field of interpersonal intelligence. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യല ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള സമയങ്ങൾ മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. കമോൺ, പെട്ടെന്ന് പറ, എന്തൊക്കെയാണ് നിങ്ങളുടെ വീക്ക്നെസ് ആയിട്ട്? വീക്ക്നെസ് എന്ന് പറയാൻ ഞാൻ ട്രെയിനിങ് ക്ലാസ് എന്നിട്ട് പറഞ്ഞു യെസ് നിങ്ങളുടെ വീക്ക്നെസ് പറയണം. പറയുള്ളൂ സാറേ അങ്ങനെയൊക്കെ പബ്ലിക്കായിട്ട് നിങ്ങൾ പറഞ്ഞു ഞാൻ മോശമല്ലേ? See, weakness, what is the weakness? Weakness means those behavior you want to change. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ഏത് മേഖലയിലാണ്? I'm a person having age of ഒരു 30-35 ഏജ് എനിക്കായി. അപ്പൊ അല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് ഒന്ന് കണക്ട് ചെയ്യും, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും, if I have a aim, if I have a goal, if I have a vision, if don't, that is my weakness. അല്ലേ? അതെന്റെ വീക്ക്നെസ് ആണ്. ഇപ്പൊ നിങ്ങൾ ഒരു ആഫ്റ്റർ എ ലോങ് കോഗ്നിറ്റീവ് പ്രോസസ്, അങ്ങനെ തന്നെ ഞാൻ പറയാം, sensation, perception, concept formation, comparison, analysis, synthesis. Finally, the problem solving, you decided to join in a course that is known as PG diploma or diploma in guidance and counseling psychology. Am I right? yes. Yeah. എത്ര വർക്ക് നടന്നിട്ടുണ്ടെന്ന് അറിയാം നിങ്ങളുടെ ബ്രെയിനിൽ? ചേരണ്ടേ? ഗൂഗിൾ നോക്കി, യൂട്യൂബ് ഒന്ന് നോക്കി, യൂട്യൂബ് കുഴപ്പമില്ലല്ലേ, ഒന്നും കൂടി ചോദിച്ചു, എക്സ്പ്ലോർ ചെയ്തു. യുവർ ബ്രെയിൻ വാസ് വർക്കിംഗ് എ ലോട്ട് ഓഫ്. ഫസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബുദ്ധി ആദ്യമായിട്ടിരിക്കും കാലങ്ങൾക്ക് ശേഷം ഇത്രയും വർക്ക്ഔട്ട് ചെയ്തിട്ട് ഒരു സംഭവത്തിലേക്ക് എത്തിയത്. കൺഗ്രാറ്റ്സ്, ഞാൻ അഭിനന്ദിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നിങ്ങളെ എൻക്വയറി ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൺട്രോൾ ചെയ്യാൻ പാടുള്ളൂ. ഐ ആം റൈറ്റ്? അത് നിങ്ങളുടെ ഒരു പോസിറ്റീവാണ്. ഓക്കെ, ഇനി വീക്ക്നെസ് എന്ന് പറയുന്ന സമയത്ത് ജസ്റ്റ് ഇമാജിൻ വാട്ട് ഈസ് യുവർ വീക്ക്നെസ്. നിങ്ങളുടെ വീക്ക്നെസ് ഏറ്റവും കൂടുതൽ അറിയണമെങ്കിൽ ആരോട് ചോദിച്ചാൽ മതി? നിങ്ങളുടെ മക്കളോട് ചോദിച്ചാൽ മതി. അമ്മ എങ്ങനെയാണ്? വെറുപ്പിക്കലാണ് സാറേ, രാവിലെ തുടങ്ങും ഈ റേഡിയോ ഓൺ ആക്കി പോലെ അങ്ങനെ പറഞ്ഞു 8 മണിക്ക് ഒരു 6 മണിക്ക് പിന്നെ അമ്മ വിളിക്കും, എന്നിട്ട് പറയും 7:45 മദ്രസ നേരം വെക്കും, അല്ലെങ്കിൽ ലേറ്റായി സ്കൂൾ ലേറ്റായി. ആക്ച്വലി അമ്മ ആദ്യത്തെ വിളിയിൽ ഞങ്ങൾക്കറിയാം ഇത് 6 മണി ആയിട്ടുണ്ടാവുള്ളൂ എന്നുള്ളത്. അമ്മ 7:30 പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് 6 മണിയായിരിക്കും. രണ്ടാമത്തെ വിളി അമ്മ വിളിക്കുക ഒരു 7 മണിക്കായിരിക്കും. അപ്പൊ അമ്മ പറയും 8:30 എന്നാണ്. ഇത് എത്ര കാലങ്ങളോളമായി കുട്ടികൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമത്തെ നമ്മളെ വീക്ക്നെസ് ഒന്ന് ആലോചിച്ചു. പബ്ലിക്കായ ആളുകൾക്ക് മുമ്പിൽ അമ്മന്റെ അടുത്ത് എന്തെങ്കിലും കാര്യസാധനം നടക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗ്ഗേ ഉള്ളൂ. ഒന്നുകിൽ പബ്ലിക്കായിട്ട് ഭയങ്കര ശബ്ദത്തിൽ, എന്റെ പ്രായം ഒരു 7-8 വയസ്സിന് താഴെ ആണെങ്കിൽ നല്ല ശബ്ദത്തിൽ കരഞ്ഞാലോ അല്ലെങ്കിൽ സീനാക്കിയാലോ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും. മാന്യമായി ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ എപ്പോഴും ഒപ്പോസിഷൻ വരും. എന്തിനാ ആവശ്യം, എന്തിനാ പൈസ, എന്തിനാണ് കൊടുക്കും, ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ വരും. ഷൗട്ട് ചെയ്താൽ, ശബ്ദം ഉണ്ടാക്കിയാൽ, പ്രശ്നം ഉണ്ടാക്കിയാൽ, ബിഹേവിയർ ഇഷ്യൂ ഉണ്ടാക്കിയാൽ വേഗം ഫോണോ എന്തെങ്കിലും തന്നിട്ട് എന്നെ ഒതുക്കും. Am I right? Am I right? Yes, sir. നിങ്ങളുടെ ഭർത്താവിനോട് ചോദിക്കി, നിങ്ങളുടെ ഭാര്യയോട് ചോദിക്കി, എന്റെ സ്വഭാവത്തിന് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് സാറ് പറഞ്ഞു എന്റെ സ്വഭാവം കുറച്ച് മാറ്റി വരുത്തും.
എന്ത് മാറ്റാൻ ഞാൻ വരുത്തേണ്ടത് ഒന്ന് പറഞ്ഞുതരും. അത് കേട്ട് തീർക്കാൻ 2 ദിവസം കൊടുക്കും. ഒരു ലിസ്റ്റ് ഇങ്ങനെ എഴുതി തരും അല്ലേ, ഈ സൽക്കാരത്തിന് പിന്നെ ഇടുന്ന പോലെ, കല്യാണത്തിന് ഇടുന്ന പോലെ അല്ലേ? ജാഷിദുണ്ട് ഉള്ളിൽ നിന്ന് വരുന്ന കറക്റ്റ് സത്യസന്ധമായ ഫീലിംഗ് ആണ്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ ബിഹേവിയറിൽ മാറ്റം വരുന്നതിൽ, ബിഹേവിയർ പാറ്റേൺസ് അറിയുന്ന നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും. പിന്നെ 2 തരം സുഹൃത്തുക്കളുണ്ട്. നിങ്ങളെ നല്ല പോലെ അറിയുന്ന സുഹൃത്തുക്കൾ ചിലപ്പോ നിങ്ങളോട് സത്യം പറയില്ല. വൈ? ഇപ്പൊ ജസീം ചോദിക്കാണ്, എന്താണ് എന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനെങ്ങാനും മാറ്റം പറഞ്ഞാൽ ജസീമിന്റെ മൂഡ് കംപ്ലീറ്റ് പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ല, ജസീമ ഈ കുറെ ശരിയാവാണ്ടടാ, സത്യം പറഞ്ഞാല് കുറെ റെഡി ആവാണ്ട്. പറയുമ്പോ അവന്റെ മുഖം ഇങ്ങനെ മാറി 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 മാറി. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മളിപ്പോ ഒരു ക്ലാസ് എടുത്ത് കഴിഞ്ഞ് നമ്മൾ ഫീഡ്ബാക്ക് ചോദിച്ചു, ഏയ് എന്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾ എന്ത് ഫീഡ്ബാക്ക് വേണമെങ്കിൽ പറഞ്ഞോളൂ, ഐ ആം സാറ്റിസ്ഫൈഡ് എന്നൊക്കെ പറഞ്ഞു കഴിയും. എന്റെ വിശ്വാസം എന്തായിരിക്കും? ഇവൻ പറയും, സാറേ ക്ലാസ് അടിപൊളിയായിരുന്നു, വണ്ടർഫുൾ ആയിരുന്നു, സൂപ്പർ ആയിരുന്നു, ഭയങ്കര ഇഷ്ടമായി. ഏതെങ്കിലും ഒരാള്, എന്ത് സാറേ ക്ലാസ് ഒരു രസമില്ലേ, സത്യസന്ധമായി പറയണേ ഞങ്ങൾ ഉറങ്ങിയെന്ന് ഇവിടെ എന്നൊക്കെ പറഞ്ഞാല് എനിക്ക് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടുവോ? നമ്മളെ വർക്കിനെ കുറിച്ച് നമ്മുടെ ഭാര്യ ഭർത്താവിനോട് ചെന്ന് പറയാണ്, ഏട്ടാ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാൻ ഒരു ഫ്രീ ബേർഡാണ്, ഫ്രീ മൈൻഡ് ആണ്. ഇന്നത്തെ ട്രെയിൻ ദ ട്രെയിനേഴ്സ് പ്രോഗ്രാമിനോട് കൂടി ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, എന്റെ ഫീലിങ്സ്, എന്റെ വീക്ക്നെസ് ഒക്കെ ക്ലിയർ ആക്കണമെന്നല്ലേ എന്നെ. അപ്പം എന്തുണ്ടെങ്കിലും പറയാം. അപ്പം ചേച്ചു എന്തിനു പറയാൻ പറ്റുമോ? എന്തുണ്ടെങ്കിലും പറയാം, ഒരു പ്രശ്നമില്ല, ഐ എം വെരി സ്ട്രോങ്. സത്യത്തിൽ നീ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റ് വളരെ കുറവാണ്, ഇത് വൃത്തിക്ക് ഉണ്ടാക്കാൻ ഒന്ന് പഠിക്കണം. ആണോ? ചായ അങ്ങനല്ലേ? ചോറ് ചില ദിവസമൊക്കെ ഓക്കെയാണ്. ഇന്ന് ഉച്ചക്കത്തെ ചോറ് കറി മഴ പെയ്തോണ്ടാണോ അറിയില്ല, എന്തൊരു വെള്ളം എനിക്ക് ശ്രദ്ധിക്കേണ്ട അവനെ. അപ്പൊ ഈ 2 ഡയലോഗ് പറഞ്ഞാൽ ഡിന്നറിന്റെ കാര്യം അവള് ചോദിക്കുവോ? ഫുഡ് ഉണ്ടാക്കി വേറെ ആളെ കൊണ്ടുവന്നോളി കേട്ടോ എന്ന് അടുത്ത ഡയലോഗ് അടിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം അനുസരിച്ചിട്ട് മാത്രമേ നമ്മുടെ കൂടെ ഉള്ള ആള് നമ്മോട് പെരുമാറുള്ളൂ. അതല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. നാജി അങ്ങനല്ല, നാജി നല്ല കുട്ടിയാണ്, നാജി ഫുള്ള് പരിപൂർണമായി കേൾക്കുന്നതോട് ചാറ്റ് ബോക്സ് പറയുന്നു. ഇല്ല നാജിയ, നിങ്ങൾക്ക് ഒപ്പോസിഷൻ പറയട്ടാ, നിങ്ങൾക്ക് എന്ത് ഒപ്പോസ് ചെയ്യാ? അവൾ ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞത്, അങ്ങനെയല്ല പറഞ്ഞത്. നമുക്ക് ഓണാക്കി പറഞ്ഞ് സാർ അത് കേൾക്കുമ്പത്തിന് ടൈം എടുക്കുന്നുണ്ട്. ചാറ്റ് ബോക്സ് ആകുമ്പോ പെട്ടെന്ന് നമ്മളെ അപ്പത്തെ ഇമോഷൻ പെട്ടെന്ന് അറിയിക്കാൻ പറ്റുന്നുണ്ട്. ഗുഡ് കീപ് ഗോയിങ്. നമ്മൾ ഈ നോ യുവർ സെൽഫ് ഇന്ന് തീരുന്നില്ല, അടുത്ത ആഴ്ച ഇതിങ്ങനെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവും. ഇതിന്റെ കണ്ടിന്യൂഷൻ തീരുന്നില്ല. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മളങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ പിച്ചി ചീന്തി ശരിയാക്കാനായിട്ട് കുറച്ച്, എന്നിട്ട് വേണം നിങ്ങളെ കൗൺസിലർ ആക്കാൻ. ദ ക്വാളിറ്റി ഓഫ് എ കൗൺസിലർ എന്ന് പറയുമ്പോൾ എംപതി എന്നൊക്കെ പറയുന്ന സമയത്ത് ആദ്യം ഈ സംഭവം നിങ്ങളെ അറിഞ്ഞു വരണം. നിങ്ങളുടെ സ്വഭാവം കുട്ടിയോട് ചോദിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം കറക്റ്റ് കിട്ടും എന്താണെന്നുള്ളത്. അമ്മ നല്ല കളവാ, എന്നിട്ട് അമ്മ ഫുള്ള് ഫോണിലാ, എന്നാൽ അമ്മ എന്നോട് എടുക്കരുത്. ഇപ്പോഴാണ് ഈ കുട്ടികൾ എല്ലാത്തിനും ചോദ്യം ചോദിക്കും അല്ലെ? അപ്പൊ നമുക്ക് 2 കാര്യം മനസ്സിലായി. മൈ സ്ട്രെങ്ത് ഈസ് മൈ ബ്ലെസ്സിങ്സ്, my strength is my father, my strength is my mother, my strength is my family, my strength is my husband, my strength is my everything is my strength. ചിലപ്പോ നമ്മളത് അറിയണമെന്നില്ല, ചിലപ്പോൾ നമ്മളത് ചിന്തിക്കണമെന്നില്ല. കൗൺസിലർ ഇത്രേ ചെയ്യുന്നുള്ളൂ. വി ആർ നെവർ ഗിവിംഗ് എനി അഡ്വൈസസ്, വി ആർ ഓൺലി ഗിവിംഗ് ഇൻസൈറ്റ്. ഓക്കെ, ഇപ്പൊ നിങ്ങളോട് ചോദിച്ച പോലെ നിങ്ങളുടെ ബ്ലെസ്സിങ് എന്താ എന്ന് നിങ്ങൾ എഴുതണം. ഇന്ന് എഴുതാനുള്ള സംഭവങ്ങളാണ് നിങ്ങളുടെ ബ്ലെസ്സിങ് എന്തൊക്കെയാണ്. നിങ്ങൾക്ക് ദൈവം തന്ന എല്ലാ ബ്ലെസ്സിങ്സും ഒന്ന് എഴുതണം. ഓക്കെ, എന്നിട്ട് ഇത് ടാസ്ക് ആണ്. നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങളൊന്ന് എഴുതണം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ വീക്ക്നെസ് കംപ്ലീറ്റ് ചെയ്ത്, ഇതൊന്നും ആർക്കും കാണിച്ചു കൊടുക്കണം. ഞാൻ കംപ്ലീറ്റ് ചെയ്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില സംഘങ്ങൾ പറയില്ലേ, പുഞ്ചിരിക്കുന്ന സമയത്ത്, സ്നേഹിക്കുന്ന സമയത്ത്, പിന്നെ പറയുന്ന കളവുകൾ അല്ലെങ്കിൽ സത്യങ്ങൾ, സ്നേഹിക്കുന്ന സമയത്ത് പറയുന്ന സത്യങ്ങൾ തെറ്റിക്കഴിഞ്ഞാലും കേട്ട ആൾക്ക് പറയാൻ പറ്റുന്നതായിരിക്കണം. മനസ്സിലായില്ല? ഞാനിപ്പോ ഷംനോട് പറയുന്ന എന്നെ കുറിച്ചുള്ള ചില സത്യങ്ങൾ ഞാനും ഷംനയും തെറ്റിയാലും ഷംനെ വിളിച്ചു പറഞ്ഞാലും എനിക്ക് ബാധിക്കാത്ത സത്യങ്ങളായിരിക്കും. മനസ്സിലായില്ലേ? സാധനം കിട്ടിയോ?
ഐഡിയ കിട്ടുന്നുണ്ടോ? നിങ്ങൾ ഇന്ന് തന്നെ പോയി വലിയ കിട്ടി. സൈക്കോളജിസ്റ്റ് ആണ് ലക്ഷണമാണ് ഞാൻ കാണുന്നത്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ മിനിമം കീപ്പ് ചെയ്യേണ്ട സംഭവങ്ങളാണ്. ഡു യു ഗെറ്റ് മീ? കാരണം ഞാൻ ആദ്യം പറഞ്ഞ സംഭവം ഉണ്ട്, നിങ്ങളുടെ ചിന്തകൾ ഒരു സെക്കൻഡിലുള്ള ചിന്തകൾ അടുത്ത സെക്കൻഡ് മാറിക്കൊണ്ടിരിക്കും. യു കാൺ പ്രെഡിക്റ്റ് യുവർ തോട്ട്. ഓക്കെ? എത്രയോ ഡൈവോഴ്സുകൾ നടന്നു. ഇവർ കല്യാണം കഴിക്കുന്ന സമയത്ത് എന്തോരം ആഗ്രഹിച്ചിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടാവുക. am I right? അല്ലേ? ആ മൊമെന്റിലൊക്കെ നിനക്ക് ഇണയായി തുണയായി എന്നൊക്കെ പറയാൻ കാത്തിരിക്കാൻ പോലും നേരം ഉണ്ടാവില്ല. അപ്പൊ മഹർ എടുത്ത് ഓടിണ്ടാവും. സി അത്രയും ആഗ്രഹമായിരിക്കും ഉണ്ടാവും. ഇതേ ആളുകൾ തന്നെയാണ് കുറച്ച് കഴിയുമ്പോൾ അടിപിടി പ്രശ്നങ്ങളായി മാറുന്നത്. അപ്പോൾ തോട്ട് ഭയങ്കര സംഭവമാണ്. അപ്പൊ വീക്ക്നെസ് മനസ്സിലായി. പിന്നെ നമുക്ക് നമ്മുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റി എന്ന സംഭവമുണ്ട് ഒരുപാട്. പിന്നെ ഈ വീക്ക്നെസ്സിനെ നിങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതാട്ടോ. പബ്ലിക്കായിട്ട് പെർഫോം ചെയ്യാൻ പേടി, രണ്ടാളുകളോട് സംസാരിക്കാൻ പേടി, നമുക്ക് പരസ്പരം ഇന്ററാക്ട് ചെയ്യാൻ പേടി, അറിയാത്ത ആളുകൾ ഇന്ററാക്ട് ചെയ്യാൻ പേടി. ഇപ്പൊ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു കേസ് വന്നത്, ആ മാമിന് സോഷ്യൽ ആൻസൈറ്റിയാണ്. ഗവൺമെന്റ് സർവീസിനാണ് ജോലി, പബ്ലിക് റിലേഷൻഷിപ്പിലാണ്. പക്ഷെ ഇവർക്ക് ആളുകളെ കാണുമ്പോൾ പേടിയാണ്. ആലോചിച്ചോക്ക്, ഇവരെ സീറ്റിന്റെ അടുത്തേക്ക് ആരെങ്കിലും വരുമ്പോൾ ഇവർ തരാത്തും എല്ലാം അവിടെ നിന്ന് അപ്പുറത്ത് ഇങ്ങനെ റൂട്ട് എടുത്ത് മാറും. അടി കിട്ടൂലേ? കംപ്ലൈന്റ് ആവൂലേ? am I right? സത്യത്തിൽ ഈ പാവം അടി ഉണ്ടായിട്ടല്ല, ഇവര് അനുഭവിക്കുന്ന വലിയ പ്രയാസമാണിത്. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു, ആള് ബെറ്ററായി. ഡു യു ഗെറ്റ് മീ? അപ്പൊ നമ്മുടെ മുമ്പിൽ വീക്ക്നെസ്, യു ഹാവ് ടു ഫൈൻഡ് യുവർ വീക്ക്നെസ്. ഇഫ് യു കാൺ പ്രസന്റ് പ്രോപ്പർലി, ഇഫ് യു കാൺ കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി, ഇഫ് യു ക്യാൻ ടേക്ക് എ ഡിസിഷൻ, ഇഫ് യു ആർ നോട്ട് ആൻ അസർട്ടീവ്. ചില ആളുകൾ എന്ത് ചോദിച്ചാലും ഓക്കെ എങ്ങനാ പറയാ പറ്റൂല. എടാ ഒരു 50,000 തരുമോ ചോദിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പെങ്ങള് നിങ്ങളോട് ചോദിക്കുന്നു, എടി ഒരു 10,000 രൂപ തരും ഫോർ എക്സാമ്പിൾ. ചോദിക്കാൻ ഇപ്പൊ കൊടുത്തില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരു രൂപല്ലേ ചോദിക്കാൻ, കൊടുത്തില്ലെങ്കിൽ എന്താ ചെയ്യാ? പ്രശ്നമാവോ? എന്നിട്ട് നമ്മൾ വേറെ ആരോടെങ്കിലും കടം വാങ്ങിയിട്ട് കൊടുക്കും. ഈ കടത്തിന്റെ ഗ്യാപ്പ് ഒരാഴ്ച 2 ആഴ്ച ആയിരിക്കും. 2ാമത്തെ ആഴ്ച നമ്മൾ ഇവരോട് എല്ലാ പിന്നെ ആ പൈസ സാജിത ആ പൈസ തരൂ, ഞാൻ എനിക്ക് എന്നോട് 10,000 വാങ്ങിയപ്പോ എന്തൊരു ഡിമാൻഡാണ്. ഒരു മനുഷ്യന് ഒരു 10,000 വാങ്ങിയതുകൊണ്ട് ഒരു സമാധാനം ഇല്ല, ഒരു സ്വസ്ഥവും ഇല്ല, ഒരു സമാധാനം ഇല്ല. അങ്ങനെ വേറെ ആരുടെ വാങ്ങിയത്, കുടുംബത്തിന്റെ വാങ്ങിയത്, നിന്നോട് വാങ്ങിയ സമാധാനം ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡയലോഗ് മരിക്കാൻ കിടക്കുന്നവരെ എന്തെങ്കിലും വിഷയം എടുത്തിടും. ബാക്കിയുള്ളവർക്കൊക്കെ ഉള്ള ഓക്കെയാണ്. ഞാനൊരു 10,000 ചോദിച്ചപ്പോ am I right? ഇതേ ഡയലോഗ് ഇപ്പൊ ഉഷനോടാണ് സാജിത വാങ്ങിയെന്ന് വിചാരിക്കാം. ഉഷ സാജിതനോട് പറയണം, അയ്യോ എൻ്റെ അടുത്ത് 10,000 ഇല്ല, ഞാൻ ഒരു കാര്യം ചെയ്യാം. മോബി വലിയ ഡോക്ടറാണ്, നല്ല പൈസ പൂത്ത പൈസ ഉള്ള ആള്, ഞാൻ ഒരു കാര്യം ചെയ്യാം. അവളോട് ചോദിച്ചു. പക്ഷെ അവൾക്ക് ഒരു സ്വഭാവം ഉണ്ട്, സമയത്തിന് തന്നിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും. നമുക്ക് എത്ര ഇടവേളിട്ടിട്ട് വാങ്ങാം സാജിത? അപ്പൊ സാജിത പറയും, നമുക്കൊരു 10 ദിവസം 2 ആഴ്ചന്റെ ഗ്യാപ്പിൽ വാങ്ങാം. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യാം, മുഹബീബിന്റെ സ്വഭാവം വെച്ചിട്ട് എന്നെ ഇടക്കിടക്ക് അവള് വിളിക്കും, അവൾ വിളിക്കുമ്പോഴൊക്കെ ഞാൻ നിന്നെ വിളിക്കൂ, പക്ഷെ നീ ഒന്നും വിചാരിക്കരുത്. സംഭവം ചിലപ്പോൾ ഉഷന്റെ കയ്യിൽ പൈസ ഉണ്ടാവും, പക്ഷെ ഈ ഉമ്മുമാബിബാൻ വെറുതെ ഉമ്മുമാബി അറിഞ്ഞിട്ട് കൂടി ഉണ്ടാവില്ല ആ സംഭവം. പക്ഷെ അതിന്റെ ഗുണം എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാല്, ഇടയ്ക്ക് വിളിച്ചിട്ട് സാജിത ഉമ്മുമാബിബ വിളിച്ചിരുന്നു എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് സാജിദക്ക് യാതൊരു പരാതി ഉണ്ടായ പരിഭവം ഉണ്ടായി. സാജിദ എന്താ പറയാ, എനിക്ക് വേണ്ടി പക്ഷെ എന്തോ ഒരു കഷ്ടപ്പെടുന്നു, അഭിമാനോട് വരെ കടം വാങ്ങിയിട്ടാണ് തരുന്നത്. Am I right? This is we may call the systematic psychological approach in connection with the interpersonal dealing. Am I right? സാജിദ ഹാപ്പി, ഉഷ ഹാപ്പി, മുഹബീബ ആൾറെഡി ഹാപ്പി ആണല്ലോ, ഓളൊന്നും അറിയുന്നില്ല, ഓക്ക് പൈസ ചെലവൊന്നുമില്ലല്ലോ. Am I right? Yeah. അപ്പോ ഇന്ന് ഇനി ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഉദ്ദേശിക്കുന്നത് what we can do with the challenge. What about challenge? Tell me. ഓവർകം ചെയ്യുമ്പോൾ നാം നേരിടുന്ന പ്രശ്നങ്ങൾ. ചാലഞ്ച് ലൈഫ് ഇറ്റ് സെൽഫ് ഈസ് എ ചാലഞ്ചും കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ സെഷൻ ജസ്റ്റ് ഞാൻ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യും. ദെൻ ഓക്കെ, ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് നിങ്ങളുടെ ലൈഫ് ഇറ്റ് സെൽഫ് ഈസ് എ ചാലഞ്ച്. Am I right? ആണോ അല്ലേ? നമ്മൾ എന്ന് മുതൽ ചാലഞ്ച് അനുഭവിക്കാൻ തുടങ്ങിയത്? റെസ്പോൺസിബിലിറ്റീസ്
റെസ്പോൺസിബിലിറ്റീസിന്റെ ഒക്കെ അപ്പുറത്തേക്ക് നമ്മൾ നമ്മുടെ Childhood. ഫാദറിന്റെ അടുത്തൊരു സ്പേമായി നിൽക്കുന്ന സമയത്തായിരുന്നു ആദ്യ ചാലഞ്ച് അല്ലെ? നമ്മൾ അവിടെ മുതൽ തുടങ്ങിയ ചാലഞ്ച്. ആദ്യം ഭൂമി ലോകത്തെ ആദ്യം വയറിലൊന്ന് ഒറ്റി പിടിക്കാനുള്ള ഒരു ചാലഞ്ച്, അത് കഴിഞ്ഞ് എങ്ങനെങ്കിലും സെറ്റ് ആവാനുള്ള ചാലഞ്ച്, അത് കഴിഞ്ഞ് ഭൂമി ലോകത്തോട്ട് വരണമെന്നുള്ള ചാലഞ്ച്, അത് കഴിഞ്ഞിട്ട് ഡെവലപ്മെന്റൽ സ്റ്റേജസിൽ കഴുത്തുറക്കണം, കണ്ണുറക്കണം, ചെവി ഉറക്കണം, കേൾക്കണം, കാണണം, സംസാരിക്കണം, നിൽക്കണം, ഉരുളണം, മറിയണം, കവിലണം. എവറിത്തിങ് വാസ് എ ചാലഞ്ച്. ആം ഐ റൈറ്റ്? ഇനി അത് കഴിഞ്ഞ് LKG ചേർത്തിയാൽ പ്രീ-KG ചാലഞ്ച്, LKG ചാലഞ്ച്, 1, 2, 3, 4, 5, 10 ആണെങ്കിൽ ചാലഞ്ചോട് ചാലഞ്ച്. +1 ആണെങ്കിൽ അഡ്മിഷൻ ഏതെടുക്കണം ചാലഞ്ച്, +2 കഴിഞ്ഞ ഡിഗ്രിക്ക് ഏത് പണ്ടാറണം എങ്ങനെ പോകണം, എൻട്രൻസ് കുറെ ആൾക്കാർ പറഞ്ഞു അത് സൈലത്തിൽ പോകണോ, അതിൽ പോകണോ, അതെല്ലാം കൂടി കഴിഞ്ഞ് എൻട്രൻസ് ഏത് കിട്ടി, MBBS കിട്ടണോ, അത് കിട്ടണോ, ടീച്ചിങ് ആണോ, ടീച്ചിങ് മേഖലയാണോ, അത് ചാലഞ്ച്. അത് കഴിഞ്ഞ് ആരെങ്കിലും കല്യാണം പ്രപ്പോസ് കല്യാണം റെഡി ആവണം, ആരെ ഇഷ്ടപ്പെടണം, അത് ചാലഞ്ച്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6 മാസമായിട്ട് കുട്ടികളായിട്ടില്ലെങ്കിൽ നാട്ടുകാർക്ക് മുഴുവൻ അതൊരു ചാലഞ്ച്. പിന്നെ അത് കഴിഞ്ഞ ഒരു കുട്ടികളായി കഴിഞ്ഞാൽ പ്രഗ്നൻസി, അങ്ങനെ തുടങ്ങി ലൈഫ് ഇറ്റ്സെൽഫ് കംപ്ലീറ്റ്ലി ചാലഞ്ച്. ആം ഐ റൈറ്റ്? ഇപ്പൊ നമ്മുടെ മുമ്പിൽ PG ഡിപ്ലോമ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ചാലഞ്ച്. സാറേ പാസ്സാവോ, 4 പേപ്പർ ഉണ്ടല്ലോ, എല്ലാം കൂടി തീരുവോ, പരീക്ഷ ചെയ്ത് കിട്ടോ, എല്ലാവരും ജയിച്ചിട്ടുണ്ടോ, ഞാൻ കുറെ കാലമായിട്ട് പഠിക്കുന്നു, ആദ്യമായിട്ട് പഠിക്കാണ്, അല്ലെങ്കിൽ എന്റെ ബുദ്ധിയിൽ നിൽക്കുവോ? ചാലഞ്ച്. Am I right? So Yes, sir. life is a problem solving mechanism. നോക്ക്, 7:15 മുതൽ 7:53 നിങ്ങൾ അറിഞ്ഞോ? സോക്ക് അനാലിസിസ് ചാലഞ്ചാണ് അല്ലെ? ഇത് നമ്മളെ സംബന്ധിച്ചൊരു ചാലഞ്ചാണ്. ഈ ഓൺലൈൻ ക്ലാസ്സിൽ മാത്രം ഇങ്ങനെ 3/4 മണിക്കൂർ ടപ്പടപ്പടപടാറിട്ട് പോയി കഴിഞ്ഞാലും ഇറ്റ്സ് എ ചാലഞ്ച്. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ട്, അത് പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ സെഷൻ വൈകിട്ട് പോയി. നിങ്ങൾ ഈ വാട്സപ്പിൽ കുറച്ചു നേരം നിങ്ങളെ മുസൈന മാം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് കഴിഞ്ഞാല് നിങ്ങൾക്ക് ആരൊക്കെയാണ് പുസ്തകം ഡിജിറ്റൽ കോപ്പി അവൈലബിൾ അല്ലാത്തതൊക്കെ നിങ്ങൾ ചോദിച്ചു വാങ്ങണം. നിങ്ങൾ ചെറിയ ചിന്ന ടാസ്കുകൾ നിങ്ങൾ ലൈഫ് ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള എൻഹറാൾഡ്, മിറാക്കിൾ മോർണിംഗ് വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ ഹുസൈന മാം നിങ്ങളോട് സംസാരിക്കും. അതിന്റെ കൂടെ ഇനിയിപ്പോ അതിന്റെ കൂടെ നിങ്ങൾ ഓർമ്മിക്കേണ്ട സംഭവം, സോക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. നിങ്ങൾ എഴുതി നോക്കുക എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കവിതയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട വരി ഏതാണെന്ന് ചോദിച്ചാരെങ്കിലും? ചോദിക്കാൻ പറഞ്ഞില്ലേ? സംസാരിക്കുന്നതിന് ഇടയ്ക്ക് കയറി ചോദിക്കണ്ടല്ലോ. ഓക്കെ ഫൈൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി ഞാൻ പറഞ്ഞ എന്റെ വീട്ടുകാരെ, എന്റെ കുടുംബക്കാരൊക്കെ കേൾക്കുമെന്ന് ഞാൻ വിചാരിച്ചു എന്നൊരു വരി മൂപ്പര് പറയുന്നുണ്ട് അല്ലെ? ലോകത്തിന്റെ എല്ലാരും വിചാരം അതാണ്, ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഓരൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ് അല്ലെ? ആദ്യം മാറ്റേണ്ടത് അവർക്ക് നമ്മോടുള്ള ബഹുമാനം കൊണ്ട്, റെസ്പെക്ട് കൊണ്ട്, സ്നേഹം കൊണ്ടാണ് ഇവർ. അത് ഓവറാക്കി മുതലാക്കണ്ട, മനസ്സിലായോ? നമ്മൾ അങ്ങോട്ട് സ്നേഹം കെയർ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അവര് നമ്മളെ കൂടെ നിൽക്കുള്ളൂ. അപ്പൊ മാക്സിമം ദേഷ്യപ്പെടണം, ചൂടാവണം, അടിക്കണോ കുട്ടികളെ? ചിലപ്പോ ഒന്ന് കുട്ടിച്ചാലും കുഴപ്പമില്ല. അടിക്കുന്നതിന് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അടി കിട്ടുന്ന ആൾക്ക് 100% ബോധ്യം ഉണ്ടാവണം എനിക്കിത് കിട്ടേണ്ടതാണ്. കൊടുക്കുന്ന ആൾക്ക് 100% ബോധ്യം ഉണ്ടാവണം ഇത് കൊടുക്കേണ്ടതാണ്. ഇത് രണ്ടും അല്ലാത്ത മൂന്നാമതൊരാൾക്ക് ഇവർക്ക് കിട്ടേണ്ടതെന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരിക്കണം. 4ാമത്തെ ഒരു കണ്ടീഷൻ, കിട്ടുന്നതിന് മുമ്പ് അവരെ അറിഞ്ഞിരിക്കണം എന്തിനാണ് ഈ കിട്ടുന്നത് എന്നുള്ളത്. ഈ 4 കണ്ടീഷൻ സെറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെ അടിക്കാം. സാറേ ഇതിനിപ്പോ ഷർട്ടും ഫർദൊക്കെ ഒത്തു വരുമ്പോഴേക്കും അടി നിൽക്കുമല്ലോ. യെസ്, ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? ഐ മീൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. യു നോ യുവർ സെൽഫിന്റെ ആദ്യ ഭാഗമാണ് ഇന്ന് ഫസ്റ്റ് മൊഡ്യൂൾ. അതിൽ സോക്ക് അനാലിസിസ് ആണ് വരുന്നത്. അതിൽ തന്നെ നമ്മൾ സോക്ക് അനാലിസിസിലേക്ക് പോയി. ഇനി നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ അനാലിസിസ് സെറ്റ് ചെയ്യണം. അതിലേക്ക് നമ്മൾ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോഴേക്കും നമ്മുടെ ഗവൺമെന്റിന്റെ ഡേറ്റും കാര്യങ്ങളും സെറ്റ് ആവും. അപ്പോഴേക്കും നിങ്ങളൊന്ന് ഉടഞ്ഞെടുക്കും. റെഡി? അപ്പൊ നമ്മൾ തൽക്കാലം നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഹുസൈന മാം എത്തും, ഓടിയെത്തും. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ഇന്ററാക്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ? ഈ സെഷൻ കഴിഞ്ഞ പാടെയാണോ? ഇതിപ്പോ അവസാനിക്കും. ഓക്കെ, ഇതിന്റെ തൊട്ട് ശേഷം നേരെ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് പോവാം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും സോക്കിന്റെ ഒരു ഏരിയ ആയിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ ജൊഹാരി വിൻഡോ വരാണ്ട്, ജോസഫ് ആൻഡ് ഹാരിങ്ടന്റെ അതിമനോഹരമായിട്ടുള്ള പേഴ്സണാലിറ്റി എക്സ്പ്ലനേഷൻ കേട്ടോ. അത് നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിൽ വരും. ഓക്കെ, ഓക്കെ സർ. ഓക്കെ, ബൈ.